ഹായ് ഫ്രണ്ട്സ്, പെട്ടെന്നൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ? അതിനാദ്യം എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു സവാള പൊടിയായി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം 1/2 ടീസ്പൂൺ, പിന്നെ പട്ട 1 കഷ്ണവും 2 കറിയാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും. അപ്പോൾ ദേ ആദ്യം കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി എണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് ഒക്കെ ഇതിലോട്ട് ചേർക്കാം. സ്പൈസസ് ഒക്കെ ഇടുന്ന സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കല്ലേ. ഇനി സ്പൈസസ് ഒന്ന് പൊട്ടി വരുന്ന സമയത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ഒക്കെ പച്ചമണം നന്നായി മാറിക്കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള ഇതിലോട്ട് ഇട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കും. സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല കൂട്ട് ഇതിലോട്ട് ഇടാം. ഇനി ഈ മസാലൻ്റെ ഒക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ തലേന്ന് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ആണ്. ഇനി ഇതേ ഗ്രീൻ പീസ് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. ശേഷം നിങ്ങൾക്ക് എത്ര കറി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കൂ. ശേഷം കുക്കർ അടച്ച് 5 വിസിൽ വരുന്നവരെ വേവിക്കാം. 5 വിസിലിന് ശേഷം ഇതേ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഈ ഗ്രീൻ പീസ് കറി ഇങ്ങനെയും സെർവ് ചെയ്യാം. ഞാൻ അരമുറി തേങ്ങ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കും. തേങ്ങ അരച്ചത് ചേർത്താലേ ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഈ ഗ്രീൻ പീസ് കറി സെറ്റാടോ.